നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SFIയിലൂടെ CPM നേതൃനിരയിലെത്തിയ സച്ചിന് പരിഗണന കൊടുക്കണം. ചെറുപ്പക്കാരൻ ആ കസേരയിലെത്തട്ടെ എന്ന് റിയാസ് പക്ഷം. എന്നാൽ സച്ചിനും ആരെയും കൂടി ഉണ്ടാക്കിവെച്ച പ്രശ്നങ്ങൾ പൊതുസമൂഹം മറന്നിട്ടില്ല. സച്ചിനെ അംഗീകരിക്കാൻ ആരും തയ്യാറാകില്ല എന്നും സച്ചിൻ ദേവിന് മന്ത്രി കസേര കൊടുത്താൽ അത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാകുമെന്നും CPMലെ ഒരു കൂട്ടം നേതാക്കളുടെ വാദം. PV ശ്രീനിജനെ പിന്തുണച്ച് എറണാകുളം ലോബി. പക്ഷേ CPMലെ ഭൂരിപക്ഷത്തിനും കേളുവിനെ മന്ത്രിയാക്കാനാണ് താൽപര്യം. അങ്ങനെ മന്ത്രി കസേരയ്ക്ക് ചേരിതിരിഞ്ഞ അടിയാണ്. ആലത്തൂരിന്റെ MP-ആയ മന്ത്രി K രാധാകൃഷ്ണൻ ദിവസങ്ങൾക്കുള്ളിൽ രാജിവെക്കും. MLA പദവിയും മന്ത്രിസ്ഥാനവും രാധാകൃഷ്ണൻ രാജിവെക്കുമ്പോൾ CPMന് നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിയെയും പുതിയ മന്ത്രിയെയും കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനൊപ്പം പാലക്കാട് നിയമസഭ ഉപതെരഞ്ഞെടുപ്പും രണ്ടും CPMന് വലിയ അഗ്നി പരീക്ഷയാണ്. അതിനിടെയാണ് പുതിയ മന്ത്രിയെ നിശ്ചയിക്കേണ്ട ഉത്തരവാദിത്തവും. സച്ചിൻ ദേവിനെ മന്ത്രിയാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് റിയാസും കൂട്ടരും. പക്ഷേ റിയാസിനെ തന്നെ സഹിക്കാൻ CPMലെ ഒരു പക്ഷം തയ്യാറല്ല. അതിന്റെ കൂടെയാണ് ഇനിയിപ്പോൾ റിയാസിന്റെ ശിങ്കിടിയെ താങ്ങാൻ നടക്കുന്നത്. മാത്രമല്ല സച്ചിൻ ദേവിന് പൊതുസമൂഹത്തിൽ വലിയ ഒരു സ്വീകാര്യത ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം ആര്യ രാജേന്ദ്രനുമായി ഉണ്ടായ വിവാദങ്ങളും KSRTC ബസ് തടഞ്ഞതും വെല്ലുവിളി നടത്തിയതുമൊക്കെ ഒരു വലിയ ബ്ലാക്ക് മാർക്കായിട്ട് സച്ചിൻ ദേവിന് കിടക്കുകയാണ്. ഈ അവസരത്തിൽ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുന്നത് ഒരു തരത്തിലും നല്ലതാകില്ല എന്ന് മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കുന്നു. കുന്നത്തുനാടിൽ നിന്നുള്ള MLA PV ശ്രീനിജനൊപ്പമാണ് മന്ത്രി രാജീവും എറണാകുളം ഘടകവും നിൽക്കുന്നത്. ഇതിനിടെയാണ് സീനിയർ നേതാവായ മാനന്തവാടി MLA OR കേളുവും സജീവ ചർച്ചകളിലേക്ക് എത്തുന്നത്. OR കേളുവിന് ഒപ്പം നിൽക്കുകയാണ് ഭൂരിപക്ഷം പേരും. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് നിർണായകമാണ്. CPM സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഇക്കാര്യത്തിൽ തീരുമാനം വരും. യുവ നേതാവായ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുന്നതിലൂടെ മന്ത്രിസഭയ്ക്ക് കൂടുതൽ ചെറുപ്പം വരുമെന്നാണ് റിയാസിന്റെ അഭിപ്രായം. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളെ സ്വാധീനിക്കുന്ന തീരുമാനമായി ഇത് മാറുമെന്നും ഇവർ പറയുന്നു. എന്നാൽ ഈ കണ്ണൂർ ലോബിയെ ഇനി വെച്ചു പൊറിപ്പിക്കാൻ CPM തയ്യാറല്ല. CPMന്റെ എല്ലാ അധികാരങ്ങളും അങ്ങ് കണ്ണൂരേക്ക് കൊണ്ടുപോകുന്നതിനെ എതിർക്കുകയാണ് എല്ലാവരും. ആ നിലയ്ക്ക് സച്ചിനെ പിന്തുണയ്ക്കാൻ ഒരു നേതാക്കളും തയ്യാറല്ല. കുന്നത്തുനാട് MLA PV ശ്രീനിജനിലേക്ക് വന്നു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ വലിയ വെല്ലുവിളികളുണ്ട്. കിഴക്കമ്പലത്തെ പ്രശ്നങ്ങളടക്കം ഇതിൽ വരും. അടുത്ത തവണ സീറ്റ് നിലനിർത്താൻ ശ്രീനിജന് മന്ത്രിപദം അനിവാര്യമാണെന്നാണ് എറണാകുളത്തെ നേതൃത്വത്തിന്റെ നിലപാട്. PV ശ്രീനിജൻ കാണിച്ച ഗുണ്ടായിസമൊക്കെ കേരളം കണ്ടതാണ്. കിറ്റക് സാബുവുമായിട്ടുള്ള വിവാദങ്ങളും എല്ലാം വലിയ പ്രതിസന്ധി തന്നെയാണ് ശ്രീനിജനെ സംബന്ധിച്ച്. മന്ത്രി P രാജീവും ശ്രീനിജനെയാണ് പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ മനസ്സിലാക്കി CPM തീരുമാനമെടുക്കേണ്ടതുണ്ടെന്ന നിലപാടിനും പ്രാമുഖ്യമുണ്ട്.